എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ ഹാർട്ടിനെ സംരക്ഷിക്കുന്ന നല്ല പ്രോട്ടീനുള്ള ഒരു ഭക്ഷണമാണ്. ചെറുപയർ മുളപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ആദ്യം നമുക്ക് ഒരു കപ്പ് ചെറുപയർ എടുക്കാം. ഇത് നമ്മൾ 6 മണിക്കൂർ കുതിർക്കാനിടണം. അതിനുശേഷം അത് കഴുകി വൃത്തിയാക്കി ഒരു ബൗളിൽ അടച്ചു വെച്ചിട്ട് ഒരു ദിവസം അടച്ചു വെച്ചു. എന്നിട്ടത് മുളച്ചു വന്നതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം കടുകിട്ട് പൊട്ടിയപ്പോൾ നമ്മൾ ചെറിയുള്ളി മുറിച്ചതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വന്നപ്പോൾ നമുക്ക് നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത് ഇതിലേക്ക് ഇടാം. ചെറുപയർ മുളപ്പിച്ചതായതുകൊണ്ട് അധികം വേവില്ല. അതുകൊണ്ടൊരു 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നു. ഇനി നമുക്കതിനൊരു അരപ്പുണ്ടാക്കണം. അതിനായി 1/2 കപ്പ് നാളികേരവും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കാം. ആ കൂട്ട് നമ്മുടെ ചെറുപയറിലേക്ക് നമുക്ക് ചേർക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്നുകൂടെ നമുക്കൊന്ന് അടച്ച് വേവിക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയാണിത്. ഇപ്പം നമ്മുടെ ചെറുപയർ മുളപ്പിച്ച തോരൻ പാകത്തിന് വെന്ത് വന്നു. അതിൽ വെള്ളമെല്ലാം വറ്റി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ ചെറുപയർ മുളപ്പിച്ച തോരൻ റെഡിയായി. ഇത് നമ്മളുടെ ഹാർട്ടിനെ സംരക്ഷിക്കുക മാത്രമല്ല നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയാനും സഹായിക്കുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.